അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ 70 തവണ കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ നമ്മൾ രക്ഷപ്പെടൂലേ? 70 വേണ്ടാന്നേ, ഒരു തവണ അള്ളാഹു റബ്ബുൽ ആലമീൻ കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടില്ലേ? എന്നാൽ ഒരു തവണയല്ല, 70 തവണ പടച്ചോൻ നോക്കും. മാത്രമല്ല, നമ്മുടെ 70 ആഗ്രഹങ്ങൾ, എന്ത് മുറാദാണെങ്കിലും 70 അള്ളാഹു ഹാസിലാക്കി തരും. സ്വർഗത്തിലെ അത്യുന്നത മേഖലകളിൽ കൊണ്ടുപോയി നമ്മളെ ഇരുത്തിയിട്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ അതേ മലക്കുകളോട് ഉത്തരവിടും നമ്മളെ ആദരിക്കാനായിട്ട്. അത്ര വലിയ സ്ഥാനം നമുക്ക് നേടിത്തരുന്നത് 5 ആയത്തുകൾ ജീവിതത്തിൽ പതിവാക്കുമ്പോഴാണ്. 5 ആയത്തുകൾ വലിയ ഭാരപ്പെട്ട കാര്യമൊന്നുമല്ല. ചെറിയ 5 ആയത്തുകൾ നിങ്ങളുടെ ലൈഫിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് പോലെ എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ പറയും. അതുപോലെ ലൈഫിൽ ഒന്ന് കൊണ്ടുനടന്ന് നോക്കിയേ, നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമന്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിന്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില ആയത്തുകളെ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ചില അടിമകൾക്ക് കൊടുക്കണ സമ്മാനം. അവനെ, ഒരു അടിമയെ അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തിന്റെ ഉന്നത മേഖല, അതായത് ജന്നത്തുൽ ഫിർദൗസിന്റെ നടുക്കിരുത്തി ആദരിക്കാൻ കൽപ്പിക്കും. അത് മാത്രല്ല, പടച്ചോൻ എല്ലാ ദിവസവും 70 കാരുണ്യത്തിന്റെ നോട്ടം ആ മനുഷ്യനങ്ങ് നോക്കും. 70 കാരുണ്യത്തിന്റെ നോട്ടം അല്ല നോക്കും. പടച്ചോൻ അങ്ങനെ റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതോടൊപ്പം നമ്മൾ ചില കാര്യങ്ങൾ റെഡിയാക്കിയാൽ മതി. അത് മാത്രമല്ല, 70 മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരും. അതിനാഹ അൽ മഗ്ഫിറ, അതിലേറ്റവും ചെറുത് പാപമോചനാണ്. ഏറ്റവും ചെറുത് പാപമോചനാണ്. അപ്പൊ അതിന്റെ മേലേക്ക് എന്തെല്ലാം നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമല്ലേ? ഏറ്റവും ചെറുത് പാപമോചനാണെന്ന് പറയുമ്പോൾ വലുത് എന്തെല്ലാം നമുക്ക് ആഗ്രഹിക്കാനുണ്ടാവും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഹലാലായ 70 മുറാദുകൾ ഹാസിലാക്കി തരും. ഇനി അത് മാത്രമല്ല, ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ശത്രുക്കളെ നിരംബരിശാക്കും. നമുക്ക് സിഹറോ കണ്ണേറോ അങ്ങനെ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരിലേക്ക് അത് തിരിച്ചടിക്കും. നമുക്ക് ഫലിക്കാത്തവണ്ണം നമ്മളെ അല്ലാഹു പ്രൊട്ടക്ട് ചെയ്യും. അതിനെന്ത് ചെയ്യണം എന്നറിയോ? അതിന് സിമ്പിളായ ഒരു വഴിയുണ്ട്. മഹാനായ ഇമാം ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. നമ്മൾ 5 വഖത്ത് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലണം, അല്ലേ? ഇസ്തിഗ്ഫാർ ചൊല്ലും, അതുപോലെ തന്നെ മറ്റ് അദ്കാറുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓതി ദുആയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നിസ്കാര ശേഷം നമ്മൾ ഓതേണ്ട കാര്യങ്ങളൊക്കെ ഓതി കഴിഞ്ഞിട്ട് ഒന്നുകിൽ ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ കുഴപ്പമൊന്നുമില്ല. ആ പോണ പോക്കിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരുത്തത്തിലോ 5 കാര്യങ്ങൾ ഓതണം. ആദ്യം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഒരെണ്ണം ഓതണം, എന്നിട്ട് 5 ആയത്തുകൾ. ആദ്യം എന്താ ഓതേണ്ടത്? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ എത്ര തവണ ഓതണം? ഒരു പ്രാവശ്യം ഓതിയാൽ മതി, ഒരു തവണ ഓതിയാൽ മതി. അപ്പൊ ഒരു തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുക. ശേഷം ആയത്തുൽ കുർസി ഒരു തവണ. ആയത്തുൽ കുർസി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആദ്യം ഫാത്തിഹ, പിന്നെ ആയത്തുൽ കുർസി. മൂന്നാമത്തേത് സൂറത്തു ആലു ഇമ്രാനിലെ 18ാമത്തെ ആയത്ത് ഓതുക. ഷഹിദല്ലാഹു എന്ന് തുടങ്ങുന്ന ആ ആയത്ത് എല്ലാവർക്കും സുപരിചിതാണ്, അല്ലേ? ആലു ഇമ്രാനിലെ 18ാമത്തെ ആയത്ത് ഓതുക. അതിനുശേഷം അപ്പൊ എത്രണ്ണായി? ഫാത്തിഹ, പിന്നെ ആയത്തുൽ കുർസി, ഷഹിദല്ലാ എന്ന് തുടങ്ങുന്ന ഈ 2 ആയത്തുകൾ. അതായത് ഫാത്തിഹ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 ആയത്തുകളായി, അല്ലേ? 2 ആയത്തുകളായി. ഇനി നോക്കൂ, ഇനി സൂറത്ത് ആലി ഇമ്രാനിലെ തന്നെ 19ാമത്തെ ആയത്ത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ചെറിയൊരു ആയത്താണ്, അത് ഓതുക. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇനി അതിനുശേഷം ആലി ഇമ്രാനിൽ തന്നെ 26, 27 ആയത്ത് ഖുലില്ലാഹുമ്മ മാലിക്കുൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന ആ ആയത്ത്, അതിനുശേഷമുള്ള ആയത്തും കൂടെ ഹിസാബിൽ അവസാനിക്കുന്നത് കണ്ടോ? അപ്പൊ 26, 27. അപ്പൊ മൊത്തം എത്ര എണ്ണം പറഞ്ഞു? ആദ്യം സൂറത്തുൽ ഫാത്തിഹ, അത് മാറ്റി വെക്കുക, ഒരു സൂറത്താണ്. ഇനി ആയത്തുകൾ എത്ര എണ്ണം ഉണ്ട്? 1 ആയത്തുൽ കുർസി, പിന്നെ സൂറത്ത് ആലി ഇമ്രാനിലെ 18ാമത്തെ ആയത്ത് ഷഹിദല്ലാഹു എന്ന് തുടങ്ങുന്നത്, പിന്നെ സൂറത്ത് ആലി ഇമ്രാനിലെ തന്നെ 19ാമത്തെ ആയത്ത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പിന്നെ സൂറത്ത് ആലി ഇമ്രാനിലെ 26, 27 ഖുലില്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന. അപ്പോൾ
5 ആദ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് 5 ഇത് എത്ര തവണ ഓതണം? ഒരു തവണ ഓതിയാൽ മതിയെന്നേ, ഒരു തവണ ഓതിയാൽ മതി. അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത അത്ഭുതങ്ങളാണെന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ആയത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഹുന്ന മുഅല്ലഖാതും ബിൽ അർശ്, അള്ളാന്റെ അർശിന്റെ ചുവട്ടിൽ അതിനിങ്ങനെ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. മബൈന ഹുന്ന വബൈനല്ലാഹി ഹിജാബ്, ആ ആയത്തുകൾക്കും പടച്ചോനും ഇടയിൽ ഒരു മറയില്ല. അതായത് ആ ആയത്തുകൾ അള്ളാഹിനോട് നേരിട്ട് സംസാരിക്കും, അള്ളാഹിനോട് സംവദിക്കും. ആ ആയത്തുകൾക്കും പടച്ചോനും ഇടയിൽ മറയില്ല. അള്ളാഹിന്റെ കലാമാണല്ലോ. അള്ളാഹിന്റെ കലാമിൽ വളരെയേറെ ശ്രേഷ്ഠതയുള്ളൊരു ഭാഗമാണ് ഈ 5 ആയത്തുകൾ. ഈ ആയത്തുകൾ അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, യാ റബ്ബി തുഹ്ബിത്നാ ഇലൽ അർദ്, പടച്ചോനെ ഞങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാമോ? ഞങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഭൂമിയിൽ പാപിയായ ഒരു മനുഷ്യനുണ്ട്, ഞങ്ങൾ അവന്റെ അടുക്കലേക്ക് പോയിക്കോട്ടെ. അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ഇന്നി ഹലഫ്തു, മക്കളെ ഞാനിതാ ഉറപ്പിച്ചു പറയാണ്, നിങ്ങളെ പാരായണം ചെയ്യുന്ന ഏതൊരു മനുഷ്യനുണ്ടോ, നിങ്ങളെ പാരായണം ചെയ്യുന്ന ഏതൊരു മനുഷ്യൻ, എപ്പോ? എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങളെ പാരായണം ചെയ്യുന്ന ഏതൊരു മനുഷ്യനുണ്ടോ, ഇല്ലാ ജഅൽതുൽ ജന്ന മഅവ, അവന്റെ മടക്കം സ്വർഗമാണെന്ന് ഞാനിതാ ഉറപ്പിച്ചു പറയാണ്. അള്ളാഹ് സ്വർഗം അവിടെ വെച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്ത് ചെയ്യണം? 5 വഖത്ത് നിസ്കാര ശേഷം ഈ പറയുന്ന ആയത്തുകളൊക്കെ ഓരോ തവണ ഓതുക. ആദ്യം സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞു, പിന്നെ 5 ആയത്തുകൾ പറഞ്ഞു. ഈ 5 ആയത്തുകളും ഒരു തവണ. ഇപ്പോൾ ലുഹറാണ് കടന്നു വരുന്നത്, ലുഹറിന് ശേഷം ഓതുക, അസറിന് ശേഷം, മഗ്രിബിന് ശേഷം, ഇശാക്ക് ശേഷം, സുബഹിക്ക് ശേഷം, ഓരോ തവണ ഓതി വരുന്ന ആ ഒരു സമൂഹത്തിന് അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തിന്റെ വലിയ അലങ്കാരങ്ങൾ നൽകുമെന്ന് മലക്കുകളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സുബ്ഹാനക യാ റബ്ബ്. അപ്പൊ നമുക്കും അത് ഓതാൻ കഴിയണം, നിസ്സാര സമയം പോരെ. സൂറത്തുൽ ഫാത്തിഹ ഓതാൻ എത്ര നേരം വേണം അല്ലേ? ആയത്തിൽ കുറിച്ച് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, പിന്നെ ഷഹിദല്ലാഹ്, അതും എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പിന്നെ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അതിങ്ങനെ ഇവിടെ ഓതുക. സിമ്പിൾ. ആദ്യം ഫാത്തിഹ, ബാക്കി ഇതിങ്ങനെ കൊണ്ട് നടന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ വലിയ മേഖലയാണ്. ആ ജന്നത്തുൽ ഫിർദൗസിന്റെ നടുവിലിരുത്തി ആദരിക്കും. മാത്രമല്ല അള്ളാഹുവിന്റെ 70 കാരുണ്യത്തിന്റെ നോട്ടം നമുക്ക് ലഭിക്കും. പോരാ, 70 മുറാദുകൾ അള്ളാഹു ഹാസുലാക്കി തരും. അതും പോരാ, ശത്രുക്കളുടെ എത്ര വലിയ കുതന്ത്രവും നിന്റെ മേൽ ഫലിക്കാതെ പരാജയപ്പെട്ടു പോകുമെന്ന് ഹദീസിൽ കാണാം. അപ്പൊ ഇന്ന് ളുഹർ മുതൽ അങ്ങ് തുടങ്ങിക്കോ. എല്ലാവരും ചെയ്യൂലേ? ഉറപ്പാണ് ചെയ്യൂല്ലേ? അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് ചുരുക്കമാണ്, കുറച്ചധികം വർക്കുകൾ ഉള്ളതുകൊണ്ട് വളരെ ചുരുക്കി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞതാണ്. അള്ളാഹു ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലെ? ചന്ദ്രനെ പിളർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുണ്ട്. അവിടുത്തെ 2 വിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ വെള്ളം വരുമായിരുന്നു, അവിടുത്തെ വിരലുകൾ പ്രകാശിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ ഉണ്ട് അല്ലെ? എന്നാൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണ്? ഒന്ന് കമന്റ് ചെയ്യോ. അള്ളാന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണെന്ന് കമന്റ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടച്ചവനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഇന്ന് പഠിച്ച ഈ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ മഹത്വങ്ങളെല്ലാം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. എത്ര രോഗികളാണ്, ഉമ്മ രോഗിയായവർ, ബാപ്പ രോഗിയായവർ, ഭർത്താവും ഭാര്യയൊക്കെ രോഗിയായവർ, എല്ലാവർക്കും നീ ശമനം നൽകണേ അല്ലാ. മക്കളുടെ അസുഖത്തെക്കുറിച്ച് സങ്കടം പറഞ്ഞവർ, ആജിലും കാമിലുമായ സൗഖ്യം നൽകണേ അല്ലാ. മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. നിന്റെ കാവലേകണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായ ജീവിതം നൽകണേ അല്ലാ. ഐക്യം നിലനിർത്തണേ അല്ലാ.
നൽകണയല്ല, പൊന്നുമക്കളെ നന്നാക്കണയല്ല, എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല, മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണയല്ല, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല, പകർച്ചവ്യാധികളിൽ നിന്ന് മാരക വിപത്തുകളിൽ നിന്ന് കാവലേകണയല്ല. അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ, നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. സിഹറുകൾ ഐനുകൾ ബാത്തുലാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്, ഹൈർ നൽകണയല്ല. ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിലുള്ളവർ ഈ മനസ്സിൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ സദസ്സ് കാണുന്നത്, ആ ലക്ഷ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തെ സ്നേഹിക്കുന്ന, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ പടച്ചവനെ എല്ലാവരെയും മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.